5 മാസങ്ങൾക്ക് മുമ്പ് UAE-യിലെ ഷാർജയിൽ ബിസിനസ് നടത്തുന്ന 2 ചെറുപ്പക്കാർ ഇവിടെ വരികയുണ്ടായി. അവരുടെ ബിസിനസ് എന്താണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വളരെ നല്ല രൂപത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും നന്നായിട്ട് അത് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും നല്ലോണം റീച്ച് ആയിട്ട് നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുകയൊക്കെ ചെയ്തു. ആ പ്രോഫിറ്റിൽ നിന്ന് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് ബിസിനസ്സിൽ വല്ലാത്തൊരു തകർച്ച അവർക്ക് വന്നു. അങ്ങനെ തകർച്ച വന്നപ്പോൾ ഇനി ആ ബിസിനസ്സായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയൂല. ആ ഒരു ബിസിനസ് അവരുടെ ഒരു പാഷനായിരുന്നു. പക്ഷെ അതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അവർക്ക് കഴിയുന്നില്ല. ഇനി എന്താ ചെയ്യാന്നറിയാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം. അങ്ങനെ തൽക്കാലത്തിന് നമുക്ക് ലീവ് എടുത്ത് നാട്ടിൽ പോയി വരാമെന്ന് വിചാരിക്കുകയും നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ട് ഒന്ന് വന്നു നോക്കാം എന്ന് കരുതി വന്നതായിരുന്നു. അൽഹംദുലില്ലാ, അവരുടെ സംസാരവും അവരുടെ ഇടപെടലൊക്കെ കണ്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമായി. കാരണം ചെറുപ്പക്കാർ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ കാലെടുത്ത് വെക്കുന്നതേയുള്ളൂ. അപ്പോൾ നല്ല വൈബ്രൻ്റ് ആയിട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നു, നല്ല ബിസിനസ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് കരുതുന്നു. പക്ഷെ സ്റ്റക്കായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ബിസിനസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങളുടെ ലോസ് വരും അവിടെ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മുന്നോട്ടുള്ളൊരു ഗമനം അവർക്ക് ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. നമ്മളവരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ഇസ്മു ചൊല്ലാൻ കൊടുക്കുകയുണ്ടായി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, സാധാരണ ഇബാദത്തുകളിലൊന്നും വീഴ്ചകൾ വരുത്താതെ കൃത്യമായിട്ട് ഫർദ് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ഈ ഇസ്മ ജീവിതത്തിലൊന്ന് പകർത്തു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ലൊരു വഴി തുറന്നിരുന്ന് നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യുകയും ചെയ്തു. ഈ അടുത്തവര് 5 മാസം മുമ്പാണല്ലോ വന്നിരുന്നത്. ഈ അടുത്തവർ വന്നു, അവരുടെ ബിസിനസ് അവര് വീണ്ടും മുന്നോട്ട് നല്ല റാഹത്തോടു കൂടെ കൊണ്ടുപോകുന്നു എന്ന് അവർ പറഞ്ഞു. അറിഞ്ഞതിൽ കേട്ടതിൽ വലിയ സന്തോഷമുണ്ടായി. യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും അവരുടെ ബിസിനസ്സിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഒരു സ്റ്റക്ക്, അത് അവരുടെ അലസതയിൽ നിന്നും അവരുടെ മടിയിൽ നിന്നും മറ്റു ചില പ്രതിസന്ധികളിൽ നിന്നും വന്നതാണ്. പക്ഷെ അത് പെട്ടെന്ന് അവർക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അവർ ഈ ഇസ്മ ചൊല്ലുന്നതിനോട് കൂടെ തന്നെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് പറഞ്ഞു കൊടുത്ത ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നമ്മളിതിന് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളവർക്ക് ചൊല്ലാൻ കൊടുത്ത ഇസ്മ നേരെ ഫസ്റ്റ് തന്നെ പറയാണ്, യാ ബായിസു യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മാണ്. പുനർജീവിപ്പിക്കുന്നവൻ എന്നാണ് കേട്ടോ ഈ ബായിസ് എന്ന് പറയുന്ന ഇസ്മിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ നോക്കൂ, അവരുടെ ബിസിനസ് ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിന്ന് പുനർജീവിപ്പിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് എന്ന രീതിയിലാണ് അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നത്. ഓരോരുത്തരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് യോജിക്കുന്ന ഇസ്മുകളാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ ഈ ഇസ്മാണ് ചൊല്ലേണ്ടത്, ഇതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹിനോട് നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അവർ 101 തവണയായിരുന്നു ചൊല്ലിയിരുന്നത്. 101 തവണ ഇസ്മ ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യാ ബായിസു യാ അള്ളാ, പുനർജീവിപ്പിക്കുന്നവനായ റബ്ബേ എന്നല്ലേ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവണം. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ബിസിനസ് വളർന്ന് ഉയർത്തെഴുന്നേറ്റ് അത് നല്ല രൂപത്തിൽ പൂർവാധികം ശക്തിയോടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന രീതിയിൽ അവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുത്തപ്പോൾ അവരത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണ്. അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുകയാണെന്ന് എങ്ങനെ മനസ്സിലായതെന്നറിയോ? അവരതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഒരുപാട് തവണ വിളിച്ചു മെസ്സേജ് അയച്ചൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അത് വിട്ടുപോയി, ഇനി എന്താ ചെയ്യുക, ഇനി ആദ്യം മുതൽ തുടങ്ങണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരത്രയും ആത്മാർത്ഥതയിൽ, വളരെ ആത്മാർത്ഥതയിലാണ് അവർ ചൊല്ലുന്നതെന്നാണ്. പിന്നെ അവരോട് നമ്മൾ കൊടുത്ത പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങളിൽ ഒരു കാരണവശാലും ഡിലേ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്.
അപ്പോൾ അത് അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്നാണ് പിന്നീട് അവർ വന്നപ്പോൾ മനസ്സിലായത്. 5 വക്ത് ഫർള് നിസ്കാരം കറക്റ്റ് കൊടുത്താൽ വേറെ തിരക്കില്ലെങ്കിൽ അവർ നിസ്കരിച്ചിട്ടേ ബാക്കിയുള്ള വിഷയങ്ങളിലേക്കൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അള്ള പറഞ്ഞൊരു കാര്യം അവര് നന്നായിട്ട് പരിഗണിച്ചു അല്ലേ. അള്ളാഹു 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അത് കറക്റ്റ് ടൈമിന് തന്നെ അവർ നിസ്കരിച്ചു. അള്ള പറഞ്ഞ കാര്യം പരിഗണിച്ചപ്പോൾ അവർ അള്ളാഹിനോട് ചോദിച്ച കാര്യം അള്ള പരിഗണിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പൊ അവരത് ചൊല്ലിയപ്പോൾ അവർക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു എന്നുള്ളതാണ്. ഈ ഇസ്മ ശരിക്ക് ചൊല്ലേണ്ട രൂപം എങ്ങനെയെന്ന് വെച്ചാല്, ഉറങ്ങുന്നതിന്റെ അല്പം മുമ്പ് കൈ നെഞ്ചിൽ വെച്ച് യാ ബാഇസു യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലുക എന്നുള്ളതാണ്. ഒരു 101 തവണയൊക്കെ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയിട്ട് അള്ളഹാനോട് വളരെ ആത്മാർത്ഥമായിട്ട് എന്തിലാണോ നമ്മൾ സ്റ്റക്കായി കിടക്കുന്നത് അതിൽ അള്ളഹാനോട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ, ഒരു ഉയർച്ച ലഭിക്കാൻ, ഒരു വളർച്ച ലഭിക്കാൻ പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ നിദ്രയുടെ സമയം, ഉറക്കത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയോടുകൂടെ, ദുആയോടുകൂടെ, അദ്കാറുകളോടുകൂടെ, ദിക്റുകളോടുകൂടെ, തസ്ബീഹുകളോടുകൂടെ ഉറക്കത്തിന്റെ സമയത്ത് അതിലേക്ക് പ്രവേശിക്കുന്നത് ഏറെ പ്രതിഫലം ലഭിക്കുന്നതും അത് ഉദ്ദേശ സഫലീകരണത്തിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സമയവുമാണെന്നുള്ളതാണ്. അത് നമ്മൾ ഉറങ്ങുന്ന ആ സമയത്ത്, ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഈ മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ യാത്ര പുതിയൊരു ലോകത്തേക്കുള്ള പ്രവേശനം, ഉറക്കത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കലോട് കൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയൊരു മാറ്റത്തിലേക്ക്, പുതിയൊരു ലോകത്തേക്കുള്ളൊരു പ്രവേശനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആധ്യാത്മിക ജീവിതത്തിലൂടെയുള്ള പ്രയാണം നമുക്ക് നന്മയുള്ള ഹൃദയവും യഥാർത്ഥ വിജ്ഞാന ബോധനവും നൽകി ശാശ്വത ലോകത്തേക്കുള്ള വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള മനക്കരുത്ത് നൽകുന്നു എന്നുള്ളതാണ്. നമ്മൾ സുഖാഡംബരങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ലളിതമായ ജീവിതശൈലിയൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്കും വിജയം സാധ്യമാണ്. അതാണല്ലോ മഹാനരായ ശാഫിഈ ഇമാമൊക്കെ ചൊല്ലിയത്, ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന. അള്ളാഹുവിന് നല്ല ബുദ്ധിശക്തിയുള്ള, അതികൂർമ്മ ബുദ്ധിയുള്ള ചില അടിമകളുണ്ട്. അവർ തൊല്ലഖുദ്ദുനിയ, അവർ ഭൗതിക ലോകത്തെ ഉപേക്ഷിക്കുകയും ഭൗതികതയുടെ നാശത്തെ ഭയക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഭൗതികതയുടെ ആഡംബരങ്ങളിലും അത്യാഡംബരങ്ങളിലും അത്യാഗ്രഹങ്ങളിലും അതിൻ്റെയൊക്കെ ചുഴിയിലകപ്പെട്ട് നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് എത്തും. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ഇത്തരം ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകളൊക്കെ ചിലപ്പോൾ ആദ്യമൊക്കെ നന്നായിട്ട് ഇബാദത്തുകൾ ചെയ്യും, ദിക്റുകൾ ചൊല്ലും, തസ്ബീഹുകൾ ചൊല്ലും, നന്നായിട്ട് നന്മകളൊക്കെ ചെയ്യും, വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ബിസിനസ് ആണെങ്കിലും അവരുടെ കച്ചവടമാണെങ്കിലും കുറച്ചൊക്കെ ക്യാഷ് കിട്ടിത്തുടങ്ങിയാൽ, കുറച്ചൊക്കെ പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങിയാൽ ഇതിനൊക്കെ ഒരു മടി വരും. പിശാച് തോന്നിപ്പിക്കുന്നതാണ് ഈ മടി തോന്നി നിസ്കാരത്തിലൊക്കെ ഒരു അലംഭാവം കാണിക്കും, അലസത കാണിക്കും. അങ്ങനെയാവുമ്പോൾ നമുക്കൊരു ചെറിയ പരീക്ഷണം കിട്ടും. ആ ചെറിയ പരീക്ഷണത്തിലൂടെ നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ്. മാറുന്നില്ലെങ്കിൽ ആ പരീക്ഷണം വലിയ പരീക്ഷണമായി മാറും. അങ്ങനെ വലിയ പരീക്ഷണമായിട്ട് പിന്നെ തകർച്ചയിലേക്ക് എത്തും. ഇങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ബിസിനസ്സിലൊക്കെ ഏകദേശം ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ അതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ റിക്കവറി ആയി വന്നു. അൽഹംദുലില്ലാ. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, അത് മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാവട്ടെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാവട്ടെ, വീട് സംബന്ധമായ വിഷയങ്ങളാവട്ടെ, എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നെഞ്ചിൽ കൈവച്ച് വളരെ ആത്മാർത്ഥമായിട്ട് യാ ബാഇസു യാ അല്ലാ, യാ ബാഇസു യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പുതിയ ലോകത്തേക്ക്, നമ്മൾ നമ്മുടെ ചിന്തകൾക്കും അപ്പുറം, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല
നമുക്ക് നല്ലൊരു വഴി തുറന്നു തരാൻ അത് വലിയ കാരണമാകുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവാൻ പാടില്ല. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുക. നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.